ഒരു വിധത്തിലാണ് ഞാൻ ഒപ്പിച്ചെടുത്തത്. ഓടിയെടുക്കുക? ഇല്ല, അവൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വരാൻ 1-2 മണിക്കൂർ സമയം എടുക്കും. ശിവൻ സാറിന്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സാറന്മാരെല്ലാം കൂടി അവനെ കൊന്നല്ലേ. നിങ്ങളെ കേസ് മാത്രം അന്വേഷിച്ചാൽ മതി. ശിവൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ ഡയറി, ഇതിലത്തെ ഇൻഫർമേഷനിൽ എടുത്തിട്ട് ഈ ഡയറി എനിക്ക് തിരിച്ചു തരണം. നീ എന്തിനാണ് ആവശ്യമില്ലാതെ ചൊറിയാൻ പോയത്? മരിച്ചത് അവൻ്റെ അനിയനാണ്, വീട്ടിലെ പട്ടിയല്ല. അയാളൊരു പോലീസുകാരനല്ലേ, അയാൾക്കറിയില്ല ഈ അസ്വാഭാവിക മരണത്തിന് എന്ത് ചെയ്യേണ്ടത്. നമ്മൾ വന്നത് ജോർജിന്റെ കേസ് അന്വേഷിക്കാനാണ്, SI ശിവന്റെ കേസ് അന്വേഷിക്കാനല്ല. സാറേ, ഈ ജോർജിന്റെ കേസ് അന്വേഷണത്തിന്റെ ഇടയ്ക്കല്ലേ ശിവൻ സാർ ആത്മഹത്യ ചെയ്തത്? അത് നമ്മളെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗം തന്നെയല്ലേ? അത് മനസ്സിലാക്കാനാണ് ആ ഡയറി. ശിവൻ മരിച്ച ദിവസം ഞാൻ അവിടെ പോയതാണ്. അങ്ങനെ ഒരു അസ്വാഭാവികത ഞാൻ അവിടെ കണ്ടിട്ടില്ല. ജോർജ് കേസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ശിവൻ ആത്മഹത്യ ചെയ്തത്. ഐ ആം ഡാം ഷുവർ. ഇനി നമുക്ക് മുന്നിൽ ജോർജാണുള്ളത്. ഒരു കൊല്ലത്തിനിടയിൽ 2 തവണ കൊല്ലപ്പെട്ട ഒരേ ഒരു ജോർജ്. രാഹുലെ, ശിവൻ അവസാനമായി അവൻ്റെ ഡയറിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. നീ അതൊന്ന് വായിക്ക്. സർ, എനിക്ക് ഒരാഴ്ച കൂടി സമയം തരണം. എന്റെ പ്രഷർ നീ മനസ്സിലാക്ക്. നിനക്ക് 3 ദിവസം ഞാൻ തരാം. അതിനുള്ളിൽ നീ കുറ്റവാളിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഹലോ ഹലോ, ശിവൻ സാറല്ലേ? സാറേ, ഇത് ഞാനാ, രാജു. ജോർജിന്റെ അയൽവാസി. ജോർജിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ സാറിന് മുമ്പ് വിളിച്ചിരുന്നു. രാജു? ആ രാജു പറ. സാറേ, ആ ജോർജിനെ ഞാനൊന്ന് കണ്ടു സാറേ. ജോർജാ? പൊന്നുമോനെ, നീ ഫോൺ വെച്ചേ. ഞാൻ പറയുന്നത് സത്യം സാറേ, ജോർജ് ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. തൽക്കാലം ഇത് നീ ആരോടും പറയണ്ട. നീ ആർ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ എത്തും. സാറേ, അപ്പൊ അന്ന് മരിച്ചതാരാ? രാജേഷേ, ഈ കേസ് ഒരുമാതിരി പ്രശ്നത്തിലേക്കാണല്ലോ. എടാ, ആ ജോർജ് ഇന്നാടാ മരിച്ചത്. എന്റെ അന്വേഷണത്തിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എടാ, കഴിഞ്ഞ 5 മാസമായിട്ട് നീ ആ കേസിന്റെ പുറകെയാന്ന് എനിക്കറിയാലോ. എന്നിട്ടിപ്പോ പെട്ടെന്ന് വിളിച്ചിട്ട് ഇന്നാ മരിച്ചെന്ന് പറഞ്ഞാല്? ഇതാണ് ജോർജെങ്കിൽ അന്ന് മരിച്ച ജോർജിന്റെ DNA ഉള്ള ആ കൈ ആരുടെ? ജോർജ് കൊല്ലപ്പെട്ടു എന്ന കത്താരാ എഴുതിയത്? ഈ കേസ് റിപ്പോർട്ടില്ലാത്ത പലതും ഈ ഡയറിയിലുണ്ടല്ലോ സാർ. ഇത്ര വരെ എത്തിയില്ലേ? നോക്കാം. റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ, അതും 7 പെൺകുട്ടികൾ. ആ കേസ് ഞാൻ തന്നെ അന്വേഷിക്കണമെന്ന് IG ഡെന്നി സാറിന് പ്രത്യേക താല്പര്യമുണ്ടായി. ഞാനും ASI സുജിത്തും ചേർന്നാണ് ആ കേസ് തെളിയിച്ചത്. രാജേഷേ, നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കും. ഒരു റിപ്പറിന്റെ കൊലപാതകം തെളിയിച്ച് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിലാണ് ഞങ്ങൾ.
അതാണല്ലോ സർ നമ്മുടെ സിസ്റ്റം. പിന്നെ ഈ ജോർജിൻ്റെ ആദ്യത്തെ കൊലപാതകം, അത് 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു ആതിര. അവസാനം ഞാൻ കാറിപ്പോയി നിലവിളിച്ചിട്ടാണ് ഒരു വിധത്തിൽ സമ്മതിച്ചത്. എന്ത്? നമ്മളെ കല്യാണ കാര്യം. അപ്പൊ ഞാൻ ഇത്ര സമയം പറഞ്ഞ നീ കേട്ടിട്ട് ഞാൻ വേറെന്തോ ആലോചിച്ചുണ്ടായിരുന്നു. എന്താണ് പറ. നമ്മളെത്ര സ്ട്രഗിൾ ചെയ്തല്ലേ വീടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. 6 കൊല്ലം. അവസാനം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു. വിഷ്ണു, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറേ കറങ്ങാൻ പോണം, പിന്നെ ഫുഡ് കഴിക്കണം, സിനിമക്ക് പോകണം. കുറച്ച് വെള്ളം തരാ. എന്താ നെഞ്ചി കണ്ടിരിക്കണം. പക്ഷെ നീ അവിടെ ഒരു വെള്ളം കൊണ്ടാ. അതിനുശേഷം രാജുവിൻ്റെ മകളടക്കം 7 കൊലപാതകങ്ങൾ, അതും കഴുത്തിന് പുറകിൽ ചുറ്റിക കൊണ്ടടിച്ചു. സർ, അതിന്റെ മോട്ടീവ് എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നുമില്ല. ഈസ് സൈക്കോ. ദാറ്റ്. അപ്പോ ആ ഡയറി അതാരായിരിക്കും എഴുതി? അറിയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഡയറി ഫേക്കാണെന്ന് തോന്നുന്നില്ല. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. രാജേഷ്, ആ ഡയറി ഫേക്കാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം ശിവന്റെ കയ്യക്ഷരം. എത്ര കണ്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ശിവന്റെ ആത്മഹത്യക്കുറിപ്പും അവസാന ഡയറിയും ഫേക്കാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് പ്രൂവ് ചെയ്തതാണ്. കുറ്റവാളിക്ക് ഒരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ, ആ ഡയറി. ഓക്കെ, എനിവേ രാജേഷേ, മെയ് 6-ാം തീയതി, അതായത് ശിവൻ മരിച്ച ദിവസം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അന്ന് ഞങ്ങൾ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോഴും ജോർജിന്റെ ബോഡി എവിടെയുള്ളതെന്ന് ശിവസാർ പറഞ്ഞില്ല അല്ലേ? ഇല്ല, അത് പറഞ്ഞില്ല. അന്ന് രാത്രി ജോർജിന്റെ ബോഡി കണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിച്ചിരുന്നു. ഈ കേസ് ഒരുമാതിരി പ്രശ്നത്തിലേക്കാണല്ലോ. പക്ഷേ ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ വല്ലാത്തൊരു ഡിപ്രഷനിലായി. രാഷേ, ഈ കേസ് കൊണ്ട് എൻ്റെ ജീവിതം തന്നെ പോയിടാ. എനിക്കിപ്പോ ജീവിക്കണമെന്നൊരു ആഗ്രഹമില്ല. ശിവ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും. ഈ ജോർജ് ഇന്നലെയാണ് മരിച്ചതെങ്കിൽ ജോർജിന്റെ ബോഡി എവിടെ നിന്നുള്ള കാര്യം നീ എന്നോട് പറ. അതെല്ലാം നീ വഴി അറിഞ്ഞോളൂ. നീ ഇരിക്ക്, ഞാൻ ആ ഫയൽ എടുത്തിട്ട് വരാം. ഞാൻ അവിടെ ചെല്ലുമ്പോ അവൻ മരിച്ചു കിടക്കുന്നതായിട്ടാ കണ്ടത്. ശിവ, ശിവ, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാരും കൂടി ചേർന്ന് അവനെ കൊന്നു. ഐ എം സോറി ആഷ്. നിനക്കറിയാലോ, ഞങ്ങൾക്കും ഈ കേസിൽ മുകളിൽ നിന്ന് പ്രഷറുണ്ട്. അതാ. സാറിന്റെ സസ്പെൻഷൻ എപ്പോഴാണ് കഴിയാ? നാളെ.
പിന്നെ മതി സാറേ, ശിവൻ്റേതൊരു കൊലപാതകമാണെങ്കിൽ ആ കേസ് ഞാൻ തന്നെ അന്വേഷിച്ചു. ഡിപ്പാർട്ട്മെന്റിന് ഇതൊരു നാണക്കേട്. ജോർജിന്റെ ശിവന്റെ കൊലപാതകത്തിൽ ആ ഡയറി ഇല്ലാതെ വേറൊരു എവിഡൻസ് നമ്മുടെ കയ്യിൽ. സർ, വി നീഡ് ടൈം. അധികം വൈകാതെ തന്നെ കുറ്റവാളിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഫോറൻസിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല മധു. സർ, ഞങ്ങൾക്ക് ചില ഫൈൻഡിങ്സ് ഉണ്ട്. വിത്ത് യുവർ പെർമിഷൻ രാഹുൽ. സർ, രണ്ടുപേരെയും കൊന്നത് ഒരാളാവാനാണ് സാധ്യത. അയാളൊരു ബുദ്ധിമാനായ കുറ്റവാളിയാണ്. തെളിവുകളെല്ലാം കൃത്യമായി നശിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ബുദ്ധിമാനാണെങ്കിൽ അയാൾ എന്തിനാ ഡയറി എഴുതി, അതും ശിവന്റെ കൈയക്ഷരത്തിൽ? ചിലപ്പോ താൻ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് പ്രതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? സർ, ഈ പ്രതിയെ ഞങ്ങൾ ഏകദേശം കണ്ടെത്തി കഴിഞ്ഞു. ആര്? SI രാജേഷ്, ശിവന്റെ ട്വിൻ ബ്രദർ. വാട്ട്? ഹി ഈസ് എ ബ്രില്യന്റ് ഓഫീസർ. അയാളോ? സർ, അയാളൊരു ബ്രില്യൻ്റ് ആണ്. പക്ഷേ രാജേഷിന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അയാൾക്ക് ഒരു എക്സ്ട്രാ ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായി. എക്സ്ട്രാ ടാലന്റോ? അയാൾക്ക് ആരുടെ കൈയക്ഷരം കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോ ആ ഡയറി എഴുതിയത് രാജേഷ് ആണെന്നാണോ? ഇതൊന്നും പോരാ മധു, എവിഡൻസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. സാറേ, ശിവൻ സാറിന് അങ്ങനെ ഡയറിയോ ആത്മഹത്യക്കുറിപ്പോ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ബോഡി കണ്ടെങ്കിൽ തന്നെ അത് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. കേസ് കോംപ്ലിക്കേറ്റഡ് ആയാൽ മറ്റൊരു ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യും. ഇതറിയുന്ന പോലീസുകാരൻ ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയും. ജോർജിന്റെ ബോഡിയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാഞ്ഞിട്ട് പോലും നീ ആടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ എത്തും. ശിവൻ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാജേഷിനെ ഞങ്ങൾ കണ്ടിരുന്നു. അയാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളാണെന്ന് മനസ്സിലാവും. മെയ് 6-ാം തീയതി ശിവൻ മരിച്ച ദിവസത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ രാജേഷ് എന്നെ തിരുത്തിയില്ല. മെയ് 6-ാം തീയതി ശിവൻ മരിച്ച ദിവസം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അന്ന് ഞങ്ങൾ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുക. മെയ് 6-നല്ല 5-നാണ് ശിവൻ മരിച്ചതെന്ന്. ശിവൻ മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്നാണ് രാജേഷ് പറഞ്ഞത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആക്ച്വലി ശിവൻ തൂങ്ങിയിട്ടാണ് മരിച്ചത്. എന്നാലും രാജേഷ് അങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. തെളിയിക്കണം. സോ വി നീഡ് ടൈം. Take your time. The killer must be found. Okay. ഓക്കെ സർ, താങ്ക് യു. മെയ് 5 രാത്രി ശരിക്കും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? രാജേഷ് ആദ്യം ജോർജിനെ കൊല്ലുന്നു. അതിനുശേഷം ശിവനെ കൊന്ന് ഫാനിൽ തൂക്കുന്നു. ജോർജ് ഒരു റിപ്പർ ആയതുകൊണ്ട് അവനെ കൊന്നെന്ന് കരുതും. പക്ഷെ സ്വന്തം അനിയനോട് എന്തിന്? കണ്ടുപിടിക്കണം. ജോർജിനെ കൊന്നതിനു ശേഷം ആ ബോഡി രാജുവിനെ കാണാൻ തക്കത്തിന് കൊണ്ടുവച്ച് അവന്റെ മനസ്സിൽ താനാണ് ആ വിവരം ശിവനെ വിളിച്ചു പറഞ്ഞതെന്ന് ഇല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അതെ, ഡയറിയിലുള്ള പോലെ. പക്ഷേ ശിവന് പകരം അവിടെ പോയത് രാജേഷ് ആണെന്ന് മാത്രം അല്ലേ സർ? രാജു, പേടിക്കണ്ട, ഞാൻ ശിവനാണ്. ബോഡി കണ്ടെന്ന് പറഞ്ഞു നിങ്ങളല്ല എന്നെ വിളിച്ചത്. അതെ, ഞാനാ വിളിച്ചത്. ആ ജോർജ് ഇന്നാടാ മരിച്ചത്. എൻ്റെ അന്വേഷണത്തിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. മുന്നേ വന്ന 3 സാധാരണ കോൾ രാജേഷ് തന്റെ കൃത്യത്തിനായി ഓൾട്ടർ ചെയ്തു. ഡയറിയും ആത്മഹത്യക്കുറിപ്പും എഴുതി തെളിവുകൾ നശിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 2 പേരും കഴുത്തു ഞെരുങ്ങിയിട്ടാണ് മരിച്ചത്. നമുക്ക് മുന്നിൽ ഇപ്പോൾ 2 ചോദ്യം മാത്രമാണുള്ളത്. എന്തിന് ശിവനെ കൊന്നത്? ജോർജിന്റെ കൈപ്പത്തി ആരാണ് മുറിച്ചു മാറ്റിയത്?